കാണാം നമുക്ക് ഇന്നത്തെ പ്രധാന നുണ. സണ്ണിയും കപ്പിക്കാട് താങ്കൾ സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു. ദളിതരോടും ആദിവാസികളോടുമുള്ള കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കണമെന്നാണ്. ഞാൻ സീറ്റൊന്നും വാഗ്ദാനം ചെയ്തത്, ഞാൻ ആർക്കും സീറ്റ് വാക്ക് കൊടുക്കാൻ ഞാൻ ഒരാളുമല്ല. കോൺഗ്രസിൽ നിന്നും ഇങ്ങനൊരു വാഗ്ദാനം നൽകിയത് വാഗ്ദാനം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടാണ് സംസാരിച്ചത്. വൈക്കത്ത് സ്ഥാനാർത്ഥിയാകാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായിട്ടാണ് ചർച്ച നടത്തിയതെന്നും സീറ്റ് ലഭിക്കാത്തതിന് കാരണം വ്യക്തമല്ല എന്നും ദളിത് ചിന്തകനായ സണ്ണി എം കപ്പിക്കാട്. ഞാൻ സീറ്റ് കൊടുക്കാം അല്ലല്ല അതല്ലല്ല, അദ്ദേഹം അവരുമായിട്ട് അവരുടെ ഒരു 10-53 കക്ഷികളുള്ള അവരുമായിട്ട് അവർ സംസാരിക്കാൻ വന്നു. തീർച്ചയായിട്ടും സതീശൻ നേരിട്ട് സണ്ണി എം കപ്പിക്കാടിനെ കാണുകയും സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. വഞ്ചകി നിനക്കെന്തു കൊഞ്ചലാണിപ്പോഴും വഞ്ചകി. കന്റോൺമെന്റ് ഹൗസിൽ വെച്ചാണ്, എൻ്റെ ഔദ്യോഗിക ഹൗസിൽ വെച്ചാണ് സംസാരിച്ചത്. അവർ ഈ സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഉടനെ സീറ്റ് കൊടുക്കാന്ന് പറയാൻ പറ്റിയ ആളാണ് ഞാൻ. പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരില്ല, സണ്ണി എം കപ്പിക്കാടിന്റെ പേരില്ല. അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുന്നു. ഓഫർ നിറവേറ്റിയില്ല എന്ന് പറയുമ്പോൾ വിഷമമുണ്ടോ? നമ്മളോട് എനിക്കെന്ത് വിഷമം? ഞാൻ സീറ്റൊന്നും വാഗ്ദാനം ചെയ്തത്, ഞാൻ ആർക്കും സീറ്റ് വാക്ക് കൊടുക്കാൻ ഞാൻ ഒരാളുമല്ല. പത്രം മറച്ചു നോക്കി, എന്റെ മാത്രം പേരില്ല. ഒരു ഓഫർ മുന്നോട്ട് വെച്ചാൽ അത് ഓഫർ മുന്നോട്ട് വെക്കുന്ന അവരുടെ ചുമതലയാണ് അത് നിറവേറ്റുക എന്നുള്ളത്. ലജ്ജ കൊണ്ട് എന്റെ തല താന്നുപോയി ദൈവമേ. ഈ ചർച്ച ആരുമായിട്ടാണ് ശരിക്കും നടത്തിയിരുന്നത്? ഇങ്ങനൊരു സ്ഥാനാർത്ഥി ചർച്ച പ്രതിപക്ഷ നേതാവായിട്ടാണ് സംസാരിച്ചത്, വേറെ ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല. സീറ്റ് നിഷേധിച്ചതിൽ മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമെന്ന് വൈക്കത്ത് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ദളിത് ചിന്തകൻ സണ്ണി എം കപ്പിക്കാട്. അദ്ദേഹം സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു, അത് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ മുന്നിൽ വയ്ക്കാം എന്ന് പറഞ്ഞിരുന്നു. വി ഡി സതീശനാണ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ പിന്നീട് എന്തുകൊണ്ട് ഇത് മാറി എന്നറിയില്ല. MLA ആവുക, മന്ത്രിയാവുക, ഇതൊന്നും എൻ്റെ ഒരു ജീവിതത്തിന്റെ അജണ്ടയൊന്നുമല്ല. അങ്ങനെ ആവശ്യം വന്നപ്പോൾ അത് സമ്മതമാണെന്ന് അറിയിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ടീം UDF ആണ്, ടീം UDF. പകലന്തി അണയുന്നു വാക്കുപാലിക്കാത്ത പക്ഷികൾ, വാക്കുപാലിക്കാത്ത പക്ഷികൾ. എന്ത് പൊളിറ്റിക്സ് ആണെന്നുള്ള നല്ല ബോധ്യം എനിക്കുള്ളൂ. അതായി പറയുന്നത് എന്ത് സംഭവിക്കാം. ഏതു മണ്ഡലം നോക്കിയിരിപ്പു നീ, കേതു മണ്ഡലം കൈവിട്ടു പോകുമോ, എന്തു ചെയ്യണം MLA ആകുവാൻ, ഇവിടെ പോയി ഞാൻ ഭജനയിരിക്കണം. യെസ്, എൻ്റെ മനസ്സാണ്.